സുഹൃത്തുക്കളെ, നമ്മളെ യാത്രയിൽ വണ്ടി ഓട്ടോറിക്ഷ കൊണ്ട് ബ്ലോക്ക് ഇട്ട് വന്നിട്ട് വണ്ടി കാണാതെ നിർത്തിയ ആൾക്കാരാട്ടോ. ഓട്ടോ വഴി പോയിക്കൊണ്ടിരിക്കട്ടോ. നോപ്പാറിയുള്ള സ്ഥലത്താണ് വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാച്ചിട്ട് വന്നതാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോട്ട കഴിഞ്ഞ് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്താണല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് തങ്ങിയത് കോട്ടയിലേക്ക് 41 കിലോമീറ്ററുള്ള സ്ഥലത്ത് നമ്മൾ പമ്പിൽ ആൾട്ടായത് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ അങ്ങനെ എണീച്ച് പോന്നു. അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും കിട്ടിയില്ല. ആ വഴിയിൽ നിന്ന് വരുന്ന ഞങ്ങൾ ചായ കുടിച്ചു. വഴിയിൽ വേറൊരു പമ്പിൽ കയറി കുളിച്ച് ഫ്രഷായി രാവിലത്തെ ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയിലേക്ക് നീങ്ങാണ്. അതേപോലെ ഉച്ചക്കുള്ള ചോറുണ്ടാക്കണം. ചോറിന് കറി എന്താ? സാമ്പാറും ചോറും. സാമ്പാർ. കുറേ ദിവസമായി സാമ്പാർ കൂട്ടിട്ടോ. വെള്ളിയാഴ്ച കൂടിയാണ്. ഇനി വല്ല പോകുന്ന വഴിക്ക് പള്ളി കിട്ടാണ് നമ്മൾ പള്ളി കിട്ടാനുള്ള നമ്മൾ പള്ളി കിട്ടാൻ ശ്രമിക്കണം. പരമാവധി നമ്മൾ ഇവിടുന്ന് മസ്ജിദിന് ഒരു മണിക്കൂർ ലേറ്റ് ആയാലും ഞങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് ഞങ്ങൾ യാത്ര കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങള് അതെ അതെ അപ്പൊ നിങ്ങളൊക്കെ കൂടെ പോരി നമുക്ക് പൊളിക്കാം. ഭക്ഷണത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ യൂസൊക്കെ ഉണ്ടാക്കുന്നത്? സാമ്പാർ. ഇതെന്താ ആദ്യം തന്നെ കടുക് പൊട്ടിക്കുന്നു? അത് നമ്മള് വെറൈറ്റി സാമ്പാറല്ലേ ആണല്ലേ. അപ്പൊ സാമ്പാറിന്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പരിപ്പൊക്കെ അതിൽ ആദ്യം ഇട്ടുണ്ട് കേട്ടോ. ഈ വെണ്ടക്ക എന്തിനാ അറിയോ? എന്തിനാ ഈ വെണ്ടക്ക ഉടഞ്ഞ് ഇതായി പോകും. അതിനാണ് എണ്ണയിലൊന്ന് വാട്ടുന്നത്. അപ്പൊ ഉടയില്ല. ഇല്ല, കൊഴുപ്പ് കുറെ കുറഞ്ഞിട്ടു. കൊഴുപ്പ് വേണം സാമ്പാറിന്. ആണോ? പരിപ്പിന്റെ കൊഴുപ്പ് പോരെ? ഓരോ രീതി. തീ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം തീ ഓവറായി കഴിഞ്ഞാൽ ആര് ശ്രദ്ധിക്കണം? ഞാനെന്ത് ശ്രദ്ധിക്കാം. അല്ല, ഇതിന് കവറുണ്ടാക്കണം. കാറ്റുണ്ടെങ്കിൽ കാറ്റ് കുറവാണ്. നമ്മളൊരു കല്ലിന്റെ മുകളിൽ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടോ. എല്ലാ സംഭവവും കട്ടിങ് ടേബിളും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ വെച്ചിട്ടാ. ഇനി അടുത്ത സംഭവം ഇടുന്നത് എന്താണ്? അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, അതായത് ആവശ്യത്തിന് മാത്രം മുളക് പൊടി ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊക്കെ കണ്ടോട്ടെ. ഈ കുറച്ച് വെജ് ചെയ്യേണ്ടി വരും. അതെ അതെ. അതെന്താ? സോപ്പ് പൊടിയോ? സാമ്പാർ പൊടി. ഉപ്പുണ്ടോ നോക്കണ്ടേ ചിക്കന്? അത് നോക്കിട്ട് ഈ കഷ്ണത്തിലൊക്കെ പിടിക്കുമ്പോ ഉപ്പ് കൂടുതൽ ഇടണമല്ലോ. ലേശം വളംപുളിക്കൊണ്ടോ? വളംപുളി എടുത്തുകൊണ്ടിരുന്നു. മരത്തിന് പുളിമരല്ല, കാറ്റാടി മരം. പുളിമരം അപ്പുറത്തായിട്ടുണ്ട്. പുളിമരം അവിടെ ഉണ്ട്. പക്ഷെ പുളി ആയില്ല കേട്ടോ. പുളിമരം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയത്. അപ്പൊ അങ്ങ് ദൂരെ കാണുന്ന കാണുന്നുണ്ട് കോട്ട ടൗണിന്റെ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ്. നമ്മള് ഏകദേശം കോട്ട ടൗൺ കഴിയാൻ പോവാണ്. സിറ്റിയിൽ നിന്നുള്ള ഫോട്ടോകൾ നമുക്ക് വലിയ മേൽപ്പാലം അതേ കൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. മേൽപ്പാലം ഉള്ള സ്ഥലങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ പോയിട്ടില്ല, അതാണ് സത്യം. ഞങ്ങളെ അടുത്ത ലക്ഷ്യമായ ആഗ്രഹിക്കുന്ന റൂട്ടാണ്. അപ്പൊ നിങ്ങൾ കണ്ടോ ഇവിടെ ഇങ്ങനത്തെ വണ്ടികളിൽ 10 ചാക്ക് ഉള്ളിയൊക്കെയാണ് കയറ്റിയിട്ട് പോകുന്നത്. ചെറിയ വാഹനങ്ങളില് എന്താ നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനത്തെ വണ്ടി നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനത്തെ വണ്ടികളൊക്കെ ഒന്ന് വാങ്ങി നാട്ടിൽ കൊണ്ടായാലും നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. റഷീദ് അവന്റെ പണിക്ക് പോകാൻ വേണ്ടി ഒന്ന് വാങ്ങണം എന്ന് പറയുന്നത്. അല്ലോ ആ ചക്ക കാണിക്കുന്നൊക്കെ കടച്ചോലെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ ഒന്നത് ഉസാറാക്കാണ്. കടച്ചോ നാക്കട്ടെ. അതെ അതെ അതെ. ഞങ്ങള് പുഴന്റെ അടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കണോ. ഒരു പാലം കണ്ടപ്പോ നിർത്തി നോക്കാം. അടിപൊളി വ്യൂ കേട്ടോ. എന്താ രസം നോക്ക്. വെള്ളം ഇങ്ങനെ മറഞ്ഞൊഴുകുന്നു. കൊട്ടയെന്ന്
സായി മാതാപൂർ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലുള്ള ഒരു കാഴ്ചയായിട്ടത്. രണ്ട് സൈഡിൽ കൂടി അതേപോലെ നമുക്ക് ഇറങ്ങിപ്പോയിട്ട് വെള്ളത്തിനടുത്തൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പെട്ടെന്നുള്ള കാഴ്ചയായതുകൊണ്ട് അത്രയും ഒക്കെ എടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമ്മളിപ്പോഴേ കോട്ടയിൽ നിന്ന് സവായ് മാതാപൂർ പറഞ്ഞ റൂട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു മലന്റെ മുകളിലൊരു കോട്ട കണ്ടത്. ഇന്റർദർദ് എന്ന് പറഞ്ഞ ഒരു കോട്ടയാണ് ഈ കാണുന്നത്. ഒരുപാട് ദൂരെയാണ്. നമ്മൾ റോഡിന് ഏറ്റവും അടുത്ത സ്ഥലത്ത് വെച്ച് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. പിന്നെ അതിന്റെ മുകളിലേക്ക് കയറി പോകാനുള്ള സംവിധാനം ഞങ്ങളിപ്പോൾ ചോദിച്ചില്ല. എന്താ വെച്ചാൽ പെരും വെയിലാണ്, ഒടുക്കത്തെ ചൂടാ അവിടെ. അപ്പൊ ഞങ്ങള് ആ സൗണ്ട് നമ്മള് ആ ഉദ്യമം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഈ മലന്റെ മുകളിൽ കാഴ്ചയായി കണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് സവായ് മാതാപൂർ എന്ന സ്ഥലത്തേക്കാട്ടോ. ചില പേരുകൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരെടുത്ത് ഓരോ സ്ഥലത്തെ രീതികളിലെ പേരുകൾ നമ്മളെ വായുകൾ നമ്മൾ പെട്ടെന്ന് തട്ടി കിട്ടൂല. അപ്പം ഒരു മൊട്ടക്കുന്നുകളാട്ടോ. മൊട്ടക്കുന്നുകളല്ല, കാടുകളുണ്ട്, വലിയ വലിയ മരങ്ങളല്ലാന്ന് മാത്രം. അപ്പൊ നേരെ ഇപ്പൊ സെല്ലിക്ക് വന്നാല് ഒരു തടാകം പോലെ വെള്ളം കെട്ടി ഇരിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതിന് തൊട്ട് മുകളിൽ അപ്പുറത്ത് ഒരു കുന്ന് തന്നെയാണ് കേട്ടോ. നേരെ അപ്പുറത്തൊരു കുന്നുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് തൊട്ടടുത്ത് കൃഷി സ്ഥലങ്ങള്. ഒരു ടോൾ ഗേറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ടോള് വന്നിട്ടില്ല കേട്ടോ. നീയല്ലേ നേരത്തെ പറഞ്ഞ ടോൾ കൊടുത്ത് മടുത്തു. നമ്മളല്ല, മറ്റൊരു വണ്ടിക്കാരൻ. മറ്റുള്ള വണ്ടിക്കാർ ടോൾ കൊടുത്ത് മടുക്കുന്നത്. നമ്മളിതുവരെ എവിടെ ടോൾ കൊടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കമന്റിൽ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര രൂപ ടോൾ കൊടുത്തു, എങ്ങനെയാ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പണിയിട്ടു കേട്ടോ. അപ്പുറത്ത് പോവാ. ഓക്കെ. അത് സവായ് മാതാപൂരിലേക്കുള്ള ടോൾ ഗേറ്റ് ആണ്. ഓട്ടോ 00 ചാർജ്. അപ്പൊ നമ്മളെ വണ്ടി പൈലറ്റ് യൂസഫ്ക്കാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് സവായ് മാതാപൂരിലേക്കുള്ള ലക്ഷ്യസ്ഥാനം. അതെ അതെ അതെ. സുൽത്താൻ ബത്തേരി ടു കൈപ്പഞ്ചേരി മൈതാനിക്കുന്ന് മാത്രം ഷട്ടിൽ അടിച്ചിരുന്നത് യൂസഫ്ക്ക ഡൽഹിയുടെ പാതകളിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിവ്. പെരും വെയിലാട്ടോ. പലരും കമന്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്ഥലങ്ങളൊന്നും പോയി കാണുന്നില്ലേ എന്ന്. ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും, അതായത് രാജസ്ഥാനിലേക്ക് എത്തിയപ്പോൾ തന്നെ ചൂട് നല്ല ഉഷാറാട്ടോ. അപ്പൊ നമുക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. രണ്ട് സുഹൃത്തുക്കൾ ഞങ്ങളെ ബൈക്കിന്റെ പുറകെ വണ്ടീന്റെ പുറകെ വന്നിട്ട് അവരെ വീഡിയോ അപ്പ് എടുക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം എന്താ, പുറത്തിറങ്ങാൻ പറ്റുന്ന വെയിലാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് സവായ് മാതാ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്താട്ടോ. സവായ് മാതാപൂർ അവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു പേരക്ക പോലത്തെ ഒരു പഴം, പേരക്ക തന്നെയാണ് നമ്മുടെ നാട്ടിൽ, പക്ഷേ അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. നമ്മളെ പേരക്കൻ്റെ അതല്ല. അപ്പോൾ അതിൻ്റെ പേര് അമൃത് എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഈ കർണാടകത്തിൽ പേരക്കല്ല, ഈ രാജസ്ഥാനിൽ പേരക്കൻ്റെ പേര് അമൃതാണോ വേറെ ഒന്നും സംഭവം അറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ പേരക്കൻ്റെ പോലത്തെ ഫുള്ളൊരു മാംസമുള്ള നല്ലൊരു ടേസ്റ്റുള്ള സംഭവമായിരുന്നു കേട്ടോ. ഐ എം വിവേക് കുമാർ സിംഗൽ, कुस्तला ग्राम, डिस्ट्रिक्ट सवाई माधोपुर। ये हमारे यहाँ अमरूदों का बगीचा है। यहाँ हमारे 550 पेड़ लग रहे हैं अमरूदों के। तो ये सर्दियों में अमरूद जो आता है वो पूरे अपने इंडिया में जाता है और बहुत अच्छा फल आता है यहाँ पर। അപ്പോൾ ഇതാണ് സാധനം. हाँ यस, ഇത് നമ്മളുടെ പേരക്ക തന്നെയാണ്. പക്ഷെ മൂപ്പര് നമ്മൾ തിന്നാൻ തന്ന സാധനം വേറെ ഒന്നല്ല. പക്ഷേ അത് ചോദിച്ചോക്കെ अमरूद की क्वालिटी है नहीं, अभी पकेगा, अभी पकने वाला सर्दी में, जैसे दिवाली के बाद हाँ वो पका हुआ मिल गया था तो इस वजह से बहुत मीठा है यहाँ का अमरूद। फेमस है यहाँ का राजस्थान सवाई माधोपुर में अमरूद यहाँ का। അതൊന്ന് മരത്തിൽ കാണിച്ചില്ല പുതിയത്. പുതിയത് മരത്തിൽ കാണുന്നുണ്ടോ? പുതിയത് जैसे देखो ये फ्लावर्स में ये जैसे फूल ये अमरूद बन जाएगा। ये कम से कम 400-500 ग्राम का अमरूद बनता है एक ही। 300-400 ग्राम का एक फल। हाँ ये सब बिग साइज बिग साइज यस, मतलब 400-500 ग्राम, आधी किलो का एक साइज ആണല്ലേ? यस। ഈ സാധനം അത്ര വലുപ്പമാവുന്നതാണ് മൂപ്പര് പറയുന്നത്. പക്ഷെ മൂപ്പര് ഞങ്ങൾക്ക് ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. അത് കണ്ടതിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കേട്ടോ. നല്ല മധുരമുള്ള ഒരു സാധനമായിരുന്നു തന്നെ. വെറൈറ്റി. ഇത് നമ്മൾ കണ്ട നമ്മുടെ നാട്ടിലെ പേരക്കൊക്കെ സെയിം ആയിട്ട് തോന്നുന്നു. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ.
ये हमारे ആട് साजी പോത്ത് साहब അങ്ങനെ എല്ലാ സംഭവങ്ങളും लोकेश ഇവിടെ कुमार നടന്നു ഇഷ്ടം പോലെ ഉണ്ട്. ये देखभाल करते हैं पूरे पेड़ों की। और इधर पूरा अमरूद ही अमरूद लग रहा है इधर। പേരയ്ക്കാത്തോട്ടം. ये अमरूद का ये जैसे ये बनना चालू हो गया फल। ആ, ആ, ആ. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്। ഫുള്ള് വലിയ ഫുൾ പേരൊക്കെ തന്നെ കേട്ടോ. എവിടെ പഴുത്ത പഴമുണ്ടോ? बड़े पेड़ की दिखा दे। बड़े बड़े എങ്ങോട്ടാ കൃഷി പോണ്? ആ ആ അതാ ഒരു പഴുത്ത എടുക്കല്ലേ പറക്കല്ലേ ഭായ് उधर को। മൂപ്പരോട് ചോദിച്ചിട്ട് പറക്കി. हाँ ये पका हुआ है, ये देखो खाओ, देखो इसको खाओ। ये पका हुआ अमरूद है और खा के बताइए, टेस्ट बताइए इसका कैसा है। क्या रेड कलर का निकलेगा ये मेरे ख्याल से। नहीं वाइट ही है। टेस्ट कीजिए आप सब लोग, ഉൾഭാഗം कैसा लग रहा है। നല്ല രസം കേട്ടോ. ആ നമ്മുടെ നാട്ടിലെ പേരക്ക പോലത്തെ പേരക്കല്ല, ഇത് വേറൊരു ടൈപ്പാ. ഉള്ളിൽ നിറച്ച് മാംസം അല്ലേ. यस നല്ല പേരക്കയാ. लक्ष्मी इधर आओ, लग तेरा आ जाओ बेटा। അപ്പൊ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് പമ്പ് കാര്യങ്ങൾ ടെന്റൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ കേട്ടോ. രാത്രി നോക്കുമ്പോൾ ഭയങ്കര ഈച്ച ശല്യം. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയില്ല. അപ്പോൾ റൊട്ടി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന റൊട്ടി നോക്കുമ്പോൾ ഒരു ആൾക്ക് കഴിക്കാനുള്ള റൊട്ടിയും കറിയും കാര്യങ്ങളും സെറ്റിന് 100 രൂപ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് 3 റൊട്ടി വീതം വാങ്ങി. കറി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു സാമ്പാർ. ഇതാ ഇങ്ങനത്തെ ഒരു അടുപ്പാട്ടോ. ഇതാ റൊട്ടി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ. ഒരു 4 ചക്രമുള്ള ഒരു ഉന്തുവണ്ടി. അതിൽ മണ്ണാണ് തോന്നുന്നു കേട്ടത്. ആ മണ്ണാണ്, മണ്ണിന്റെ അടുപ്പ്. അതിൽ നല്ല തീ കത്തുന്നുണ്ട് കേട്ടോ. ബൈ നെയ് ഓക്കെ ഓക്കെ. അതിന്റെ നിർമ്മാണം കാണിച്ചിട്ടെ എങ്ങനെയാണ്. ഇതാണ്ടോ കനലില് ഇങ്ങനെ റൊട്ടി ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നു. ആ മൂപ്പരുടെ അടുത്ത് ഒരു കുടില് പോലത്തെ സാധനം ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ മൂപ്പര് പറഞ്ഞ്. സാധനം ഇവിടെ ഇങ്ങനെ അവർ പകല് റെഡിയാക്കി കൊണ്ടുവന്ന സാധനങ്ങൾ ഈ പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക, ഇതേപോലെ കല്ലിൻ്റെ മുകളിൽ വെച്ച് സൈസാക്കി 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കല്ലിൻ്റെ മുകളിലുണ്ട്, 1 ഇതിൻ്റെ ഉള്ളിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ചൂടാക്കലാണ് നടക്കുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതാ നമ്മൾ പോകേണ്ട സ്ഥലമാണ് കിടക്കുന്നത്. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള പമ്പിലാട്ടോ ഞങ്ങൾ സ്റ്റേ. ഇവർ ഞങ്ങളോട് ചോദിച്ചു എവിടെ സ്റ്റേ എന്ന്. ഞങ്ങൾ പറഞ്ഞു ഓൺലൈനിൽ റൂമൊക്കെ ഓർഡർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. പൊടിയൊക്കെ തുടച്ചെല്ലാം ഉഷാറാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. കനലിൻ്റെ പൊടിയൊക്കെ വെണ്ണീറിൻ്റെ പൊടിയൊക്കെ തുടച്ച് ഉഷാറാക്കുന്നുണ്ട്. ഒരു ബായ് ഉള്ളി അടക്കം നമുക്ക് കൊണ്ടുതരുന്നുണ്ടോ. എന്താകുമോ എന്തോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കേരള വണ്ടി പുറത്തിടാൻ വേണ്ടിയിട്ട് 2 സുഹൃത്തുക്കൾ വന്നു, 2 ആത്മീയകൾ വന്നു. അവര് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസങ്ങിന്റെ ക്യാപ്റ്റൻ ആണല്ലോ IPL. അപ്പോൾ അതിന്റെ ആരാധകരാണ്. അപ്പോൾ നമ്മൾ കേരളക്കാരാണ്, അവർക്ക് ഭയങ്കര ഹാപ്പി. ഞങ്ങൾക്ക് ഒരു സ്പ്രൈറ്റ് ഒക്കെ അവർ വാങ്ങി തന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് കൂടി ഞങ്ങൾക്ക് സ്പ്രൈറ്റ് ഒക്കെ വാങ്ങി തന്നു. അപ്പോൾ നിങ്ങൾ പേര് പറയുന്നല്ലേ? Sanju Samson, we love from Rajasthan, bro. You are from my heart. ആണ് മൂപ്പര് ചങ്കാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഫോളോ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്. ഓക്കെ. എന്താ പേര്? Support us. Sanju We are our Samson family. യെസ്. Support us. Sanju Samson Army. Please follow, like, comment, and subscribe. ഓക്കെ. എന്തായാലും പേരെന്തായിരുന്നു? Thank you brothers. Support us. We are our brothers, our uncle, our family. Our family. My name is Kushiram Meena. This one is my brother. My name is Santosh Gotwal. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതിലും നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വരും. അതുവരെ ഗുഡ് ബൈ.